മഹാനായ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർക്ക് ശേഷം ഖലീഫയെ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ ഭരണചക്രം അവസാനിപ്പിച്ചുകൊണ്ട് പടച്ച റബ്ബിലേക്ക് അദ്ദേഹം മടങ്ങുന്നു. സിദ്ദീഖ് അക്ബർ തങ്ങൾ മരണത്തിൽ കിടക്കുമ്പോൾ വസിയത്ത് ചെയ്തു, എന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നമസ്കരിച്ച് കട്ടിലിൽ ഉയർത്തി അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് ഷഫീഉൽ വറ മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദ ഷരീഫിന്റെ മുമ്പിൽ ഒന്ന് കൊണ്ടുപോയി വെക്കണം. ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ സുന്നത്ത് പരിശുദ്ധ പ്രവാചകൻ എനിക്ക് പഠിപ്പിച്ചു തന്നത് പ്രകാരം അവസാനം വരെ വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ പിന്തുടർന്നു പോയവനാണെങ്കിൽ റസൂലുള്ള എന്നെ വിളിക്കും, റൗദയിൽ ഞാൻ കിടക്കും. അതല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ അനുമതി തരുന്നില്ലേ, എന്നാൽ നിങ്ങൾ എന്നെ ജന്നത്തുൽ ബഖീയിൽ കൊണ്ടുപോയി മുസ്ലിങ്ങളുടെ പൊതുശ്മശാനത്തിൽ മറമാടുക. സിദ്ദീഖിന്റെ വിധി അങ്ങനെയാണെങ്കിൽ സിദ്ദീഖ് അവിടെ കിടന്നുകൊള്ളാം. ആരാ പറയുന്നത്? ലോകത്തെ ഏറ്റവും വലിയ ഈമാനുള്ള മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അത് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് അത് അക്ഷരം പ്രതി അനുസരിച്ചു. അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളെ കുളിപ്പിച്ചതിന്റെ ശേഷം കഫൻ ചെയ്ത് ബഹുമാനപ്പെട്ടവരെ ശരിക്കും നമസ്കരിച്ചതിന്റെ ശേഷം അദ്ദേഹം പറഞ്ഞ അതേ പ്രകാരം ബഹുമാനപ്പെട്ടവർ ഈ നിർദ്ദേശം സ്വഹാബത്ത് പാലിച്ചുകൊണ്ട് കട്ടിലിൽ അദ്ദേഹത്തെ ഉയർത്തി നേരെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ റൗദ ഷരീഫിന്റെ മുമ്പിൽ കൊണ്ടു ചെന്ന് നിർത്തുന്നു. റൗദ ഷരീഫിന്റെ മുമ്പിൽ അദ്ദേഹത്തെ കൊണ്ടു ചെന്ന് നിർത്തിയപ്പോൾ ഒരു നിമിഷം പോലും താമസിക്കാതെ റൗദ ഷരീഫിന്റെ ഉള്ളിൽ നിന്നതാ അനുമതി കിട്ടുന്ന ചരിത്രം പറയുന്ന ഹദീസിന്റെ കിതാബ് പരിശോധിച്ച് നോക്ക്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളെ ആ റൗദയിലേക്ക് തന്നെ കൊണ്ടുവരുന്നതിന് വേണ്ടി റൗദയിൽ നിന്നും സന്ദേശം, അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ അങ്ങോട്ട് കടത്തിക്കൊള്ളൂ. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്താ അതിന്റെ അർത്ഥം? അതിനൊരു അർത്ഥമുണ്ട്. ഹബീബിനെ ഇങ്ങോട്ട് കടത്തു എന്ന് പറഞ്ഞാൽ സിദ്ദീഖ് തങ്ങൾ എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ ചര്യയിൽ വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ അനുധാവനം ചെയ്ത വ്യക്തിയാണ് സിദ്ദീഖ് തങ്ങൾ. അതിന്റെ അംഗീകാരമാണ് റസൂലുള്ളാഹി കൊടുത്തത്. ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് തത്തുല്യമായ അനുഭവം പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ കാണുന്നു. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭക്കെതിരെ ആക്രോശമുയർത്തി വന്ന ആളുകൾ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെ നോക്ക്, നിങ്ങൾ ബഹുമാന്യനായ ശംസുൽ ഉലമയെ നോക്ക്. മഹാനവറുകൾ മരണപ്പെടുന്ന സമയത്ത് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മക്കാം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കയ്യിൽ ഭാഗ്യവശാൽ എത്തിപ്പെട്ടു. ആ മക്കാം സമത്വ വിലക്കെടുത്തു. ശൈഖുന പറഞ്ഞു, എന്നെ അവിടെ മറമാടണം. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയെ അവിടെ കൊണ്ടുപോയി മറവുമാടാൻ സാധിക്കുമെന്ന് സമത്വക്കാർ ആരെങ്കിലും പൂർവ്വകാലത്ത് കരുതിയിരുന്നു? നമുക്ക് അങ്ങനെ വല്ല തോന്നലുണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ ശൈഖുന തന്നെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. അത് മാനസികമായൊരു ബന്ധമാണ്. ആര് ചിന്തിച്ചു വെള്ളിമാട് കുന്നിൽ കിടക്കുന്ന ശൈഖുനായെ, അല്ലെങ്കിൽ ഷെയ്ഖിന്റെ പള്ളിയിലോ അല്ലെങ്കിൽ നന്ദി ദാറുസലാമിൽ അദ്ദേഹത്തിന്റെ ഒരു കബർ ഉണ്ടാവുക എന്നുള്ളത് നന്ദിക്കാരുടെ ആഗ്രഹം. ഷെയ്ഖുനാന്റെ കബർ നന്ദിയിലായ സ്ഥാപനത്തിന് എന്തൊരു ഗുണമാണ്? എപ്പോഴും മുത്തഅല്ലിമീങ്ങൾ പരിപാലിക്കാൻ ആൾക്കാർ ഷെയ്ഖുനാക്കും തൃപ്തിയല്ലേ? പക്ഷെ ഷെയ്ഖുന ആഗ്രഹിച്ചതല്ല, അള്ളാഹു ആഗ്രഹിച്ചതല്ല, മുല്ലക്കോയത്തങ്ങൾ ആഗ്രഹിച്ചതല്ല. സമത്വയുടെ ബാനി ഹദറത്തിന്റെ മക്കാം അത് പരിപാലിക്കപ്പെടണം. സമത്വയുടെ സ്ഥാപകന്റെ മക്കാം പരിപാലിക്കപ്പെടണം. അതിന് ശൈഖുനാ ശംസുൽ ഉലമയെ പടച്ചറബ് തെരഞ്ഞെടുത്തു. ശൈഖുന അവിടെ പോയി കടന്നു. ആ മക്കാമിന്റെ വാതിൽ ശൈഖുനാക്ക് വേണ്ടി തുറക്കപ്പെട്ടു. അത് സമത്വയുടെ സ്വത്തായി. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ റസൂലുള്ളാഹി വിളിച്ചു കിടത്തിയതുപോലെ ബഹുമാനപ്പെട്ട മുല്ലക്കോയ തങ്ങൾ സഞ്ചരിച്ച പാതയിൽ നിന്നും അണു അളവ് വ്യതിചലിക്കാതെ ശൈഖുനാ ശംസുൽ ഉലമ പാറ പോലെ ഉറച്ചു നിന്നതുകൊണ്ട് അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് സിദ്ദീഖ് തങ്ങളെ റസൂലുള്ളാഹി വിളിച്ചു കിടത്തിയതുപോലെ മുല്ലക്കോയ തങ്ങളെ വിളിച്ചു കിടത്തിയ അനുഭവം കൊടുത്തു. നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കണം. സാമ്പത്തിക സൗകര്യങ്ങൾ കൊണ്ടുവന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒത്താശയോടുകൂടി ഭൗതിക പ്രത്യയശാസ്ത്രത്തിന്റെ പിൻബലത്തോടുകൂടി നമ്മുടെ മഹലിൽ കടന്നുകൂടുവാനും ഇസ്ലാമിക ഉമ്മത്തിനെ നശിപ്പിക്കുവാനും ആര് കടന്നു വന്നാലും ശരി, വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ചതാണ് സമത്വയെങ്കിൽ ആ വരക്കൽ മക്കാമിൽ ശംസുൽ ഉലമ കടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ആ ആത്മീയ തേജസ്സുകളുടെ പിൻബലം കൊണ്ട് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പാത ശരിയാണെന്ന് ബഹുമാനപ്പെട്ട മുല്ലക്കോയ തങ്ങൾ ശൈഖുനായെ വിളിച്ചു കിടത്തി കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ സമത്വക്കെതിരെ എന്ത് ചന്ദ്രഹാസം ഇളക്കിയാലും അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ മുസ്ലിം ഉമ്മത്തിന് സാധ്യമാകുമെന്ന് ഉറക്കെ പറയണം. നമുക്കതിന് സാധിക്കും. അതിന് ഉമറാക്കളാണ് പറയേണ്ടത്. ഉമറാക്കൾ ചിലത് ചെയ്യാനുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എന്താ ഉമറാക്കൾ ചെയ്യേണ്ടത്? നമ്മളാണ് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇപ്പം ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ മലപ്പുറം ജില്ലയുടെ അറ്റത്താ അവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞു, ഇവരുടെ ഒരു പരിപാടിക്ക് വേണ്ടി പിരിവിന് ചെന്നിരുന്നു കുറച്ച് കാരണന്മാരെടുത്ത്. അവിടുത്തെ സമ്പന്നരടുത്ത് എന്നും പിരിവ് വാങ്ങും. നല്ല മനുഷ്യന്മാരല്ലേ, ആര് വന്നാലും പിരിവിന് കൊടുക്കുമല്ലോ.
അപ്പോൾ ഇവരുടെ അടുത്തേക്ക് പിരിവിന് ചെന്നപ്പോൾ അവിടുത്തെ ഒരു പ്രമുഖനായ ഒരു കാരന്, ഒരു മഹലിൻ്റെ ഭാരവാഹി, അയാൾ വീട്ടിൽ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ അപ്പോൾ സഹായിക്കണമല്ലേ സഹായിക്കാറുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് സഹായിക്കണമല്ലേ ഞാൻ സഹായിക്കാറുള്ളൂ. അതിലിപ്പോൾ നമ്മുടെ നയം ചോദിച്ചു. ഇവർ ഇറങ്ങിപ്പോയി, വേറെ മാർഗ്ഗമില്ലല്ലോ. ആ ഒരു നയം നമ്മൾ സ്വീകരിച്ചാൽ പ്രശ്നം തീരും. അവരതേ നയം നമ്മൾ സഹായിക്കുന്നവരെ നമുക്ക് സഹായിക്കാം. സഹായിക്കുന്നവരെ സഹായിക്കുക എന്നൊരു സിദ്ധാന്തം അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ആ നയം ഉമറാക്കളൊക്കെ സ്വീകരിച്ചാൽ എന്ന പ്രശ്നം തീർന്നു. പിന്നെ ഞാനെപ്പോഴും പറയാറുണ്ട്, ചില ആൾക്കാർ പറയാറുണ്ട് വ്യക്തിപരമായി വല്ല സഹായമൊക്കെ അവരെ കൊണ്ട് കിട്ടും. വ്യക്തിപരമായ സഹായം ആരൊക്കെ ചെയ്യും? പലരും ചെയ്യും. ഈ ഇലക്ഷനിൽ ഏറ്റവും നല്ല വ്യക്തിപരമായ സഹായം ചെയ്ത് എൻ്റെ അഭിപ്രായം VS അച്യുതാനന്ദനാണെന്ന്. UDF വലിയ സഹായം ചെയ്തു കൊടുത്തത് അദ്ദേഹം. എന്താണ് ആ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് അദ്ദേഹം ചിരിക്ക് എന്ത് വില നമ്മൾ കൊടുക്കേണ്ടത്? അദ്ദേഹത്തിന് സഹായിച്ചതിന് വല്ലതും കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് എൻ്റെ അഭിപ്രായം. അത്രയും നല്ലൊരു സഹായം UDF അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വൈയക്തികമായ സഹായങ്ങൾ പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയൊക്കെയുള്ള വ്യക്തിബന്ധങ്ങൾ പലതാണ്. പക്ഷെ അതൊന്നുമല്ല ഒരു പ്രസ്ഥാനത്തെ വിലയിരുത്തേണ്ടത്. ഇവിടെ അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഞാൻ കാണുന്നത്, മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം തീണ്ടപ്പാട് അകലെ നിർത്തിയിരുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം. വളരെ ദൂരെ നിർത്തിയിരുന്ന പ്രസ്ഥാനം. ആ ദൂരെ നിർത്തിയിരുന്ന പ്രസ്ഥാനത്തെ ഇന്ന് നമ്മുടെ മഹല്ലിൽ പോലും സ്വീകാര്യ യോഗ്യമാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ കൊണ്ടുവന്നു. ഞാൻ ചോദിക്കട്ടെ, പണ്ട് കാലത്ത് മുസ്ലിമീങ്ങളുടെ ഐക്യത്തെക്കുറിച്ചും സാമൂഹ്യ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പള്ളിയിൽ പറയാമായിരുന്നല്ലോ. ഇപ്പോൾ പള്ളിയിൽ ഖത്തീബിന് പ്രസംഗിക്കാൻ എത്ര പ്രയാസ. കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ തൊട്ടുപോയാൽ, ഉദാഹരണമായി പാഠപുസ്തക പ്രശ്നം ജ്വലിച്ചു നിൽക്കുന്ന സമയത്ത് പല പള്ളികളിലും ആ പ്രസംഗം നടത്താൻ പറ്റിയില്ലല്ലോ. മതമില്ലാത്ത ജീവൻ എന്ന പാഠം പഠിപ്പിക്കരുത്, എൻ്റെ കുട്ടിക്ക് നിരീശ്വരത്വം പഠിപ്പിക്കരുത് എന്ന് പള്ളിയിലല്ലേ പ്രസംഗിക്കേണ്ടത്? അത് പള്ളിയിൽ പ്രസംഗിക്കാൻ എന്തുകൊണ്ട് സാധിച്ചില്ല? എന്തേ സാധിക്കാതെ പോയി? നിങ്ങൾ പറ. ഈ രീതിയിലുള്ള കുറച്ച് മുത്താലിമികൾ വന്നുകൊണ്ടല്ലേ, ഈ രീതിയിലുള്ള കുറച്ച് ആളുകൾ വന്നുകൊണ്ടല്ലേ. ഇത് വന്നാൽ ദീനിന് നാശമുണ്ടാകും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താ? അതാണ് വലിയുല്ലാഹി കുത്തുബ് സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ടീമോട് വരും. എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകം എന്താ? പൊന്നാനിപ്പള്ളിന്റെ മെഹ്റാബിൽ കൊണ്ടുപോയി ഇത് എഴുതി വെക്കുക. എന്താ പൊന്നാനിപ്പള്ളിന്റെ മെഹ്റാബിൽ കമ്മ്യൂണിസത്തിനെതിരെ മുദ്രാവാക്യം എഴുതാൻ പറഞ്ഞത്? പള്ളിന്റെ മെഹ്റാബിലാണോ മുദ്രാവാക്യം എഴുതൽ? അല്ലല്ലോ, പള്ളിയുടെ മെഹ്റാബിലല്ലോ എഴുതേണ്ടത്. അതെവിടെ എഴുതേണ്ടത്? മുദ്രാവാക്യം എഴുതേണ്ടത് പള്ളിയുടെ മെഹ്റാബിലല്ല. പക്ഷേ വലിയുല്ലാഹി കുത്തുബ് സമാൻ സയ്യിദ് അലവി തങ്ങളെ പറഞ്ഞത് പള്ളിയുടെ മെഹ്റാബിൽ എഴുതണമെന്നാണ്. നമ്മുടെ ബഹുമാനായ MP E.T. മുഹമ്മദ് ബഷീർ സാഹിബ് വരുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസും കാര്യങ്ങളിൽ പ്രാപ്തിയും നൽകുമാറാവട്ടെ. അവരോട് ഞാൻ അവസാനിപ്പിക്കും. ഒറ്റ വാക്കുകൂടി പറഞ്ഞു. എന്താ പൊന്നാനിപ്പള്ളിന്റെ മെഹ്റാബ് തന്നെ എഴുതാൻ പറഞ്ഞത്? ഞാൻ മനസ്സിലാക്കുന്നത് പള്ളിയുടെ മെഹ്റാബിൽ കമ്മ്യൂണിസത്തിന്റെ ഒരു മുദ്രാവാക്യം എഴുതാൻ പറയാൻ കാരണം, ആ ജാതി മുസ്ലിയാക്കന്മാർ ഇമാമുക്കാൻ വരുന്ന മമ്പുറത്ത് തങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ മമ്പുറത്ത് തങ്ങൾക്കറിയാം ഈ ജാതി ഇമാമ് നിൽക്കാൻ വരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രം, രാഷ്ട്രീയപരമായി നമുക്കതിൽ സുഹൃത്തുക്കൾ ഉണ്ടാകും, ബന്ധമുള്ളവരുണ്ടാകും, നമ്മുടെ ബന്ധപ്പെട്ടവരുണ്ടാവും. നമ്മുടെ മക്കളും നമ്മുടെ തലമുറയും നമ്മുടെ മഹല്ലും കമ്മ്യൂണിസത്തിലേക്ക് പോകുന്നതിനെതിരെ, മതനിഷേധ പ്രസ്ഥാനത്തിലേക്ക് പോകുന്നതിനെതിരെ, ഇസ്ലാമിന്റെ ഷിആറിന്റെ നാശത്തിനെതിരെ കാലഘട്ടത്തിന്റെ ഒരു ജിഹാദായി ഈ പ്രചരണത്തെ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ഇവിടെ സമയമില്ല. ഇനി സമയമെടുത്താൽ ബഹുമാനപ്പെട്ടവർക്ക് സമയം നഷ്ടപ്പെടും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്യാമ്പയിനുമായി ഇറങ്ങുന്ന പ്രവർത്തകർക്ക് കാലഘട്ടത്തിന്റെ സഹായമുണ്ടാകും, അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. കാരണം മുസ്ലിം മഹല്ലത്തുകളിലും മുസ്ലിം മനസ്സുകളിലും കമ്മ്യൂണിസം പ്രചരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ഷിആർ തകർക്കാൻ ശ്രമിക്കുന്ന ഈ അപകടകരമായ ഭൗതിക കടന്നുകയറ്റത്തെ ആത്മീയത കൊണ്ട് ചെറുക്കാൻ നമുക്ക് കഴിയണം. രാഷ്ട്രീയ ബന്ധനങ്ങളോ ഒന്നും നോക്കണ്ട. ഇത് ഇസ്ലാമിന്റെ ഒരു ജിഹാദാണ്. അതാണ് ശരിയായ ജിഹാദ്. അല്ലാതെ നമ്മൾ ഒരിക്കലും ആയുധമെടുത്ത് പോരുന്ന ജിഹാദല്ല ഇന്ന് ആവശ്യം. ഇന്ന് ബൗദ്ധികമായ പ്രവർത്തനമാണ് ആവശ്യം, ബുദ്ധിപരമായ നീക്കം. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുക. അള്ളാഹു നമുക്ക് അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.